സിംഗുലാരിറ്റിയിൽ തുടങ്ങി സിംഗുലാരിറ്റിയിലേക്ക് ലോകത്ത് കൊണ്ടുപോയി ഒരു നാട്ടക്കുറിയിലേക്ക് മനുഷ്യർ വരുമ്പോ അന്ധവിശ്വാസികളുടെ ലോകമേ നിങ്ങൾക്ക് വിമോചനമില്ല, ശിർക്കിന്റെ വാഹകരെ നിങ്ങൾക്ക് വിമോചനമില്ല, അധമത്വത്തിന്റെ വാഹകരെ നിങ്ങൾക്ക് വിമോചനമില്ല, അധർമ്മകാരികളെ നിങ്ങൾക്ക് വിമോചനമില്ല, അള്ളാഹു പഠിപ്പിക്കാത്ത വിശ്വാസം സ്വീകരിച്ചവരെ നിങ്ങൾക്ക് വിമോചനമില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംഹരിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ നാഥനിലേക്ക് മടങ്ങിപ്പോകാത്തവരെ നിങ്ങൾക്ക് മോചനമില്ല. സൃഷ്ടിപൂജയുടെ അതുപോലെ മലക്കുകളെ ആരാധിക്കുന്നതിന്റെ, ജിന്നുകളെ ആരാധിക്കുന്നതിന്റെ, കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും ആരാധിക്കുന്നതിന്റെ പിന്നാലെ പോകുന്നവരെ ഒരു തിരിച്ചുവരവ്. ഏതാണ് ആ തിരിച്ചുവരവ്? കൃമികീടങ്ങളെ സൃഷ്ടിച്ച നാഥനിലേക്ക്, സൂര്യചന്ദ്രന്മാരെ സംവിധാനിച്ച നാഥനിലേക്ക്, കോടാനുകോടി കാനനങ്ങളിൽ, കോടാനുകോടി വൃക്ഷങ്ങളിൽ, കോടാനുകോടി ചില്ലകളിൽ, കോടാനുകോടി ഇലകൾക്ക് ആകൃതികൾ നൽകിയ, നിറം നൽകിയ, മണം നൽകിയ, രുചി നൽകിയ, കഴിവ് നൽകിയ, അതിന്റെ നെട്ടിന് ബലം നൽകിയ, അതിൽ ഫ്രൂട്ട് സംവിധാനിച്ച, പച്ചക്കറികളെ സംവിധാനിച്ച, അതേ ഗർജിക്കുന്ന സിംഹങ്ങളെ സൃഷ്ടിച്ച, ആയുധഗാധതയിൽ നീന്തു തുടിക്കുന്ന മത്സ്യങ്ങളെ സൃഷ്ടിച്ച, ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ സൃഷ്ടിച്ച, പാൻക്രിയാസിനെ, സെറിബെല്ലത്തെ, സെറിബ്രത്തെ എല്ലാം സംവിധാനിച്ച, പച്ചപ്പുല്ലിനെ, പുൽച്ചാടിയെ ഇതെല്ലാം സംവിധാനിച്ച, സചേതന അചേതന വസ്തുക്കളെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനിലേക്ക് ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ എല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനിലേക്ക് മാനവതയെ നയിക്കുന്ന വിശ്വാസത്തിന്റെ ലോകം, വിശ്വാസികളുടെ ലോകം, ധർമ്മപരിപാലകരുടെ ലോകം, സദാചാര മൂല്യങ്ങളുടെ കാവലാളുകളുടെ ലോകം, നന്മകളുടെ ലോകം, സ്നേഹത്തിന്റെ ആർദ്രതയുടെ, അലിവിന്റെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ, ഗുരുശിഷ്യ മാസ്മരിക ബന്ധത്തിന്റെ പുതിയ ലോകത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ആചാര്യന്മാരുടേതല്ല, അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന പുരോഹിതന്മാരുടേതല്ല. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കുകയില്ല, ആര് നിങ്ങളോട് കളവ് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കളവ് പറയില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച, ഒരിക്കലും സദസ്സിനെ വഞ്ചിക്കാത്ത, വിശ്വാസി സമൂഹത്തെ ചതിക്കാത്ത, വിശ്വാസികൾക്ക് വേണ്ടി ഏറ് കിട്ടിയ, വിശ്വാസികൾക്ക് വേണ്ടി തല്ല് കിട്ടിയ, വിശ്വാസികൾക്ക് വേണ്ടി പല്ല് കൊഴിഞ്ഞു പോയ, വിശ്വാസികൾക്ക് വേണ്ടി നാടും വീടും വിരട്ടി വന്ന ആ അല്ലദീന യത്തബിയൂന റസൂല നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് തയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയദഉ അൻഹും മിസ്റഹും വൽ അലാൽ അല്ലതി കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു എന്ന് സൂറത്ത് അറാഫ് 157 പറഞ്ഞ തൗറാത്തിലുണ്ട് ആ പ്രവാചകന്റെ പേര്, ഇൻജീലിലുണ്ട് ആ പ്രവാചകന്റെ പേര്, പൂർവ്വവേദങ്ങളിലുണ്ട് ആ പ്രവാചകന്റെ പേര്, മഹാമതിരിക്കാത എന്നുണ്ട് കൃഷ്ണദ്വൈപായന വേദവ്യാസന്റെ ഭവിഷ്യത് പുരാണത്തിൽ. അവിടെയൊക്കെ പേരുകൾ രേഖപ്പെടുത്തിയ നിരക്ഷരനായ അക്ഷരങ്ങളുടെ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, വായിക്കൂ മനുഷ്യരെ എന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇറാ ഗുഹയുടെ അന്തർഭാഗത്ത് നിന്ന് കേട്ട മുടങ്ങിക്കേട്ട ഗബ്രിയേൽ മാലാഖയുടെ ആ ഉരുവിടൽ വാചകത്തെ നെഞ്ചോട് നെഞ്ചു ചേർത്ത് വായിക്കുക ജനങ്ങളെ, അക്ഷരശുദ്ധിയുടെ പുതിയ ലോകത്തേക്ക്, സാക്ഷരതയുടെ ലോകത്തേക്ക് കടന്നു വരൂ എന്ന് അക്ഷരമറിയാത്തൊരു പ്രവാചകനിലൂടെ 68 ശാസ്ത്രശാഖകളുടെ പുതിയ ലോകത്തേക്ക്, ആസ്ട്രോണമിയുടെ, ജിയോഗ്രഫിയുടെ, ഒപ്താൽമോളജിയുടെ, സുവോളജിയുടെ, അനാട്ടമിയുടെ, അങ്ങനെ ലോകത്തിന്റെ പ്രാണിശാസ്ത്രത്തിലൂടെ, അതുപോലെ പർവ്വത വിജ്ഞാനങ്ങളുടെ, മൗണ്ടൈൻസ് വിജ്ഞാനങ്ങളിലൂടെ, ആഴിയുടെ അത്ഭുതങ്ങളുടെ വിജ്ഞാനത്തിലൂടെ, സ്കിന്നിന്റെ പ്രത്യേകതകളിലൂടെ, കണ്ണിന്റെ പ്രത്യേകതകളിലൂടെ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യരെ, നുരുമ്പി എല്ലുകൾ ഉള്ളം കയ്യിലെടുത്ത് നുരുമ്പി പൊടിച്ച് കൈകളിലിട്ട് ഫു എന്ന് പറഞ്ഞു ഊതി മുഹമ്മദ് നബിയുടെ മുഖത്തെ കൂതിക്കൊടുത്ത് ഇതിനെ പുനർജീവിപ്പിക്കുമോ മുഹമ്മദേ എന്ന ചോദ്യത്തിന് ഈ അധ്യായം ഓതിക്കൊടുത്ത പ്രവാചക ചക്രവർത്തിയുടെ അനുയായികളെ, ഉമ്മത്ത് മുഹമ്മദേ, വേങ്ങരയിലെ മുസ്ലിങ്ങളെ, സമസ്തക്കാരെ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ, മുജാഹിദുകളിലെ വ്യത്യസ്ത ചിന്താധാരകളിൽപ്പെട്ടവരെ, ലോകത്തിൽ നിന്ന് ഒരു വിടവാങ്ങലിന്റെ കാഹളം മുഴങ്ങുന്നുണ്ട്. ലോകം സബൂലമായ ഒരു
ഒരു നാശത്തെ കൊതിക്കുന്നുണ്ട് എന്ന് മോഡേൺ സയൻസ് അവിടെ നിന്ന് അന്ധവിശ്വാസികളുടെ ലോകത്ത് നിന്ന് ഒരു മഹാവിമോചനത്തിന്റെ കളമൊരുക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, ഇത് വിജയിക്കാൻ പ്രാർത്ഥിക്കുക, ഇത് ഉപകാരദായകമാകാൻ പ്രാർത്ഥിക്കുക, ഇഖ്ലാസിന് വേണ്ടി പ്രാർത്ഥിക്കുക, തെറ്റുകൾ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക, അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുക. ഇന്ന് തന്നെ ജാഗ്രത പുലർത്തുക. മനസ്സിലാക്കിയ അന്ധവിശ്വാസം മൂത്താപ്പാനോട് പറയുക, എളാപ്പാനോട് പറയുക, മാധവനോട് പറയുക, ജോർജിനോട് പറയുക. അങ്ങനെ കർത്തവ്യം നിർവഹിക്കുക. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. എന്റെ മാർഗം ഇതാണ്, എന്റെ സ്വഹാബത്തിന്റെ മാർഗവും ഇതാണ്. ഞങ്ങൾ നിങ്ങളെ പടച്ചോനിലേക്ക് ക്ഷണിക്കുന്നു. അല്ലെ, പടച്ചോനിലേക്ക് ക്ഷണിക്കാൻ, സൃഷ്ടികളിലേക്കല്ല, സൃഷ്ടികളിലേക്ക് ക്ഷണിക്കാൻ ഒരുപാട് ആളുണ്ട്. അള്ളാഹു നൽകിയ വായു ശ്വസിക്കുന്ന യേശു ക്രിസ്തു, അള്ളാഹു നൽകിയ വെള്ളം കുടിച്ചു വളർന്ന യേശു ക്രിസ്തു, അള്ളാഹു നൽകിയ ഹൃദയം കൊണ്ട് ജീവിച്ച യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കണമെന്ന് ക്രിസ്ത്യാനികൾക്ക് പറയാം, അവകാശമാണ്. പക്ഷെ പടച്ചോന്റെ മുമ്പിലല്ല. ഇവിടെ ഈ ലോകത്ത് എല്ലാവരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നീങ്ങണമെന്ന് അള്ള പഠിപ്പിച്ച ഈ ലോകത്ത് നിങ്ങൾ ആലോചിച്ചോ, ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ഉണ്ടായിരുന്നോ? ഹൈന്ദവർക്ക് പോലും അഭിപ്രായമില്ല. ഇല്ല എന്നാണ് മഹാത്മാഗാന്ധി. ഹരേ റാം എന്നുച്ചരിച്ചു മരിച്ച മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എഴുതിയതെന്തറിയോ? രാമൻ ചരിത്ര പുരുഷനല്ല, ഭാവനാവിലാസമാണ്, ഉണ്ടായിരുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ രാമനിൽ വിശ്വസിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി പോലും മരിച്ചുപോയത്. മുഹമ്മദ് നബി ചരിത്ര യാഥാർത്ഥ്യമാണ്. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ലോകത്തിലെ മുഴുവൻ ചരിത്രവും ഒരേപോലെ പറഞ്ഞ വിശ്വാചാര്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തിരുമേനി. തിരുമേനി പഠിപ്പിച്ചൊന്നും തെറ്റിയിട്ടില്ല, ആ റസൂലുള്ള പഠിപ്പിച്ചൊന്നും മോശമായിട്ടില്ല. അത് പരിശോധിക്കേണ്ട സമയം ഒരു 5-6 ദിവസം നീണ്ടുക്കുന്ന പ്രസംഗം നടത്തണം കേരളത്തിൽ ഓരോ ദിക്കിലും എന്ന അഭിപ്രായം എനിക്കുണ്ട്. മനസ്സിലായോ? ഒരു മാസം ഒരു ജില്ലയിൽ അവിടെ 6 പ്രസംഗം ഒരേ സ്ഥലത്ത്, ആ ജില്ലക്കാരൊക്കെ അവിടെ ഒരുമിച്ച് കൂടുക. അങ്ങനെ മനുഷ്യർക്കൊരു വലിയ മാറ്റം. തൊട്ടയൽവാസിയെ കല്യാണമെന്നെ കൊണ്ടുവന്നിട്ട് ആമിനത്താത്താന്റെ തൊട്ടടുത്ത് പറഞ്ഞിട്ട് ആമിനത്താത്താന്റെ തൊട്ടടുത്ത് ഇരുത്തുക. എന്നിട്ട് പറയാ, കല്യാണമേ നിങ്ങളൊന്ന് കേട്ടുനോക്കി, നിങ്ങളോടും കൂടിയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? അങ്ങനെ പറയണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ അതിന്റെ വാദക്കാരാണ്. ജനങ്ങൾക്ക് മുഴുവനുമുള്ളതാണിത്. അങ്ങനെയാണല്ലോ അള്ളാഹ് പറഞ്ഞത്, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക. പ്രവാചകരെ, ഈ വേദഗ്രന്ഥമുണ്ടല്ലോ, ഈ ഒടുവിലത്തെ ഗ്രന്ഥമുണ്ടല്ലോ, അത് താങ്കളിലേക്ക് ഇറക്കപ്പെട്ടതെന്തിനാ? സകല മനുഷ്യരെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടായിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു ബോധം ഇരിക്കണം ഓരോരുത്തരും. ഞാൻ എല്ലാവരുടെ പ്രാസംഗികരുടെ റിസർച്ചിൽ എനിക്കറിയാം, പഠിച്ച് നന്നായി. ഞാനൊരു പ്രാസംഗികൻ മാത്രമാണ്, ആലിമാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരാളും. ഞാൻ പറയുന്നത് പണ്ഡിതന്മാരുണ്ട് ഈ സദസ്സിൽ, ഇന്നലെയും പറയും. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ആലോചിച്ചോ, ഈ വികാരം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഏത്? അള്ളാഹു ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് എന്റെ തൊട്ടടുത്തുള്ള ബാലചന്ദ്രന് വേണ്ടിയും കൂടിയാണ് എന്നൊരു ബോധത്തിലേക്ക് ശരിക്കും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ദുബായി ചെന്നപ്പോൾ എന്നോട് സജീവമായി ഒന്ന് ഇംഗ്ലീഷൊക്കെ അറിയുന്ന, നെറ്റിലെല്ലാം മേഖല അറിയുന്ന, ആധുനിക ടെക്നോളജി ഒക്കെ അറിയുന്ന ഒരു സഹോദരനോട് പറഞ്ഞു, നമ്മുടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഞാൻ നമ്മുടെ ദേവാക്കിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അയാൾ അദ്ദേഹം കൈപ്പറ്റിയതായി എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനമായ പ്രഥമ പൗരനാണുള്ള രാഷ്ട്രപതി, അദ്ദേഹത്തിന് ഈ ആദർശത്തേണ്ടതില്ലേ? ആരെ എത്തിക്കുക? ആരെത്തിക്കും? ഇവിടെ ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും, കേന്ദ്രമന്ത്രിമാർക്ക് ആർക്കാതെ എത്തിക്കുക? ഇവിടുത്തെ വലിയ ജഡ്ജിമാർക്ക് ആർക്കാതെ എത്തിക്കുക? ഏറ്റവും കൂടുതൽ നന്നാകേണ്ടവർ കോടതികളിൽ ഇരിക്കുന്നവരാണല്ലോ. ഈ രാജ്യത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നായകന്മാരോളം ചീത്തയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നായകന്മാരോളം ചീത്തയല്ല. സത്യമാണ്. എന്തൊക്കെ മൂല്യവത്തായ ആദർശം പറഞ്ഞിട്ടാ ലോകത്തേക്ക് പലതും കടന്നു വന്നത്? ആണോ? ഉവ്വോ, അതാണല്ലോ. എന്നിട്ടത് നിലർത്തിയോ? ഇല്ല. അഴിമതി മുക്ത ലോകം എന്നായിരുന്നില്ലേ? അഴിമതിയില്ലാത്ത ഏതെങ്കിലും ഒരുത്തനുണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് രാജ്യം ഭരിക്കുന്നതിൽ? എന്താ പറയാൻ എളുപ്പമാണ്. ജീവിത വിശുദ്ധി എന്നത് അന്തസ്സുള്ളവർക്ക് ചേർന്ന,
അതിന് നല്ലൊരു നട്ടല് വേണം. ഞാൻ പറയണത് നീതിക്ക് കൂട്ടിക്കാൻ കഴിയായിരിക്ക ആണുങ്ങൾക്കാണ് നീതിക്ക് കൂട്ടിക്കാൻ പറ്റുക. അനീതി നടപ്പാക്കാരാ ആണും മണ്ട കേട്ട ഭൗതികവാദിയാണ്. ഓന് ദുനിയാവിൽ നക്കാപ്പിച്ച കിട്ടിയാൽ മതി, ഓൻ അതിനനുസരിച്ച് ജീവിച്ചോളും. ഓന്റെ മുമ്പിൽ നോട്ട് കെട്ടുകൾ നീട്ടിയാൽ ആദർശത്തിന്റെ പുസ്തകങ്ങൾ മടങ്ങിപ്പോകും. പിന്നെ അവന്റെ മുമ്പിൽ 1000 നോട്ടുകളല്ലാതെ വേറൊന്നുണ്ടാവില്ല. പക്ഷെ അന്തസ്സുള്ള മനുഷ്യന്മാർ രാജ്യത്തിന്റെ പരമോന്നത പീഠം വെച്ചു നീട്ടുന്ന അധികാരങ്ങൾ വിട്ടെറിഞ്ഞു പോകും. അതാ ശ്രീരാമൻ എന്ന കഥാപാത്രത്തിൽ വാൽമീകി ഒളിപ്പിച്ചു വെച്ചത്. അത് ഇന്നത്തെ ആധുനിക ഭാരതത്തിന് തിരിഞ്ഞിട്ടില്ല. തിരിയണമെങ്കിൽ ഇനിയൊരു ഋഷീശ്വരം വരാനില്ല. വായിക്കുക, പുനർവായന. രാമായണത്തിന്റെ വാൽമീകിയുടെ രാമൻ വിദ്യാവാചാസ്പതി വി പനോളി എഴുതിയിട്ടുണ്ട്. 7 വട്ടെങ്കിലും എനിക്ക് വായിക്കാൻ തോന്നിയ ഒരു പുസ്തകമാണത്. അത് ഭാരതത്തിലെ ഹൈന്ദവരാണ് ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത്. ഞാൻ വായിച്ചിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. ഞാൻ പറയണത്, ഈ ലോകത്ത് സഹോദരങ്ങളെ എന്തൊരു ധാർമ്മികത നടപ്പാക്കണമെങ്കിലും മനുഷ്യൻ ഫോർവേഡ് ആയിരിക്കണം. അന്ധവിശ്വാസം എവിടെ ഉണ്ടാവുക? അജ്ഞത ഉള്ളിടത്ത് അതുണ്ടാവുക. പ്രവാചകനെ പറ്റി പറയുന്നെന്താ? അജ്ഞത നീക്കി വെളിച്ചത്തിലെ അന്ധവിശ്വാസം ദുലുമാത്താണ്. ഒരുപാട് അന്ധകാരങ്ങളാണ്. അത് തന്നെയല്ലേ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞത്? എന്ത്? ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ എന്ന് പ്രശംസിച്ച ഈ രാജ്യം ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളുടെ ലോകമായി മാറി. സൃഷ്ടിയും സൃഷ്ടാവും ആരാ തിരിച്ചറിയാതായി. എല്ലാം ഒരു അവലിംഗഞ്ഞി തത്വശാസ്ത്രമായി. ലിംഗപൂജ ഇവിടെ നടക്കുന്നു, യോനി പൂജ ഇവിടെ നടക്കുന്നു. ഉത്തരേന്ത്യയിൽ പുരുഷൻ പൂർണ്ണ നഗ്നനായി നടന്നു പോകുമ്പോ അവന്റെ പ്രത്യുൽപാദനവയം തൊട്ട് വന്ദിക്കുന്ന സ്ത്രീകളെ ആധുനിക ഇന്ത്യയുടെ ദുർബലത ലോകത്തിന്റെ മുമ്പിൽ യശസ്സുയർത്തി നിന്ന വാനോളം ഉയർത്തിയ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ വന്നിട്ട് ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ച ഒരു രാജ്യത്ത് നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് ലോകത്തെ നോക്കി പറഞ്ഞ് അദ്ദേഹം വാനോളം ഉയർത്തിയ ഇന്ത്യയുടെ യശസ്സിന്റെ അവസ്ഥ ഇന്നെന്താ? യോനി പൂജയും ലിംഗപൂജയും എന്തും ആർക്കും പൂജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടന നൽകുന്ന പൗരന്റെ മൗലികാവകാശമാണ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന മൗലികാവകാശം, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, അത് മാനവരാശിക്ക് വകവെച്ച് നൽകിയതാണ്. ഏത് വിശ്വസിക്കാനും ലിംഗം പൂജിക്കാം, യോനി പൂജിക്കാം, എന്തും ആർക്കും പൂജിക്കാം. പക്ഷെ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച്, അതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച്, അത് പരത്തുന്ന ഇരുട്ടുകളെ കുറിച്ച് ലോകത്ത് ഉത്ബോധിപ്പിക്കേണ്ട ബാധ്യത ധീരന്മാർക്കുള്ളതാണ്. ഞാൻ പറയുന്നത്, ഒരു ശക്തനായ വിശ്വാസി ജീവിതത്തിൽ ഒരിക്കലേ മരിക്കുള്ളൂ. വീരു 1000 തവണ മരിച്ചു പിരിയും എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഒരു പൂച്ചക്കുട്ടിയെ പോലെ 1000 സഹസ്രാബ്ദങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടൊരു കാര്യവുമില്ല. ഒരു സെക്കൻഡിൽ സിംഹക്കുട്ടിയെ പോലെ ധർമ്മം പറഞ്ഞ് മരിക്കാൻ നമുക്ക് സാധിച്ചാൽ സത്യമേവ ജയതേ യഥോ ധർമ്മസ്ഥതോ ജയ എന്ന ഗീതയുടെ മുദ്രാവാക്യം അന്വർത്ഥമാക്കാൻ ഭാരതീയരെ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? എന്തിനു ഭാരതീയരെ കരയുന്നു? സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ എന്ന് കുമാരനാശാൻ പാടിയിട്ടുണ്ട്. അത് പറഞ്ഞൊരു അന്ധവിശ്വാസത്തെ കുറിച്ചാ പാടിയത്. എന്താ പാടിയത്? എന്തിനു ഭാരതീയരെ കരയുന്നു? എന്തിനാ ഇന്ത്യക്കാരാ ഈ നെഞ്ചത്ത് കൈവച്ച് കരയണത്? ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമാകാത്തതിന്റെ പേരിൽ എന്തിനാ നീ കരയണത്? ആദ്യം നിന്റെ ജാതി ഭ്രാന്ത് അവസാനിപ്പിക്കും. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും കേരളത്തിൽ മാത്രമായിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ? തൊട്ടുകൂടാ തീണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്താ സംഭവം എന്നറിയോ? നിങ്ങള് ഒച്ച ഉണ്ടാക്കിയിട്ട് വേണം നടക്കാൻ. ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ബ്രാഹ്മണൻ വരുന്ന വഴിയുടെ അപ്പുറത്ത് 2 കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു. ഒന്ന്, അരേല് ചൂല് വെച്ച് കെട്ടുക. എന്തിനാ ചൂല് വെച്ച് കെട്ടിയത്? ഒരു താഴ്ന്ന ജാതിക്കാരൻ ശൂദ്രൻ ഒരു സ്റ്റെപ്പ് നടന്നാൽ അപ്പുറത്തേക്ക് നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ നടന്ന ഭാഗം ചൂലുകൊണ്ട് അടിച്ചു മാറ്റണം. അവന്റെ കാൽപാദത്തിൽ ബ്രാഹ്മണൻ കാല് ചവിട്ടാൻ പാടുണ്ടായിരുന്നില്ല. ഈ മണ്ണിൽ ആലോചിക്കണം നിങ്ങൾ. പിന്നെ കഴുത്തിൽ ഒരു വലിയ കുടം വെച്ച് കെട്ടിയിരുന്നു. എന്തിനാ? ഒരു താഴ്ന്ന ജാതിക്കാരൻ തുപ്പിയിട്ട് ഭൂമി അശുദ്ധമാകാൻ പാടില്ല, അവന് ഈ കുടത്തിലേക്ക് തുപ്പണം. അങ്ങനെ വിധിക്കപ്പെട്ട ഒരു ജനതയെ വിമോചനത്തിന്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ഇസ്ലാമാണ്. എന്ന തത്വം ലോകത്തെ പഠിപ്പിച്ചത് ഇസ്ലാമാണ്. അതുകൊണ്ടാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് തുറന്നു പറഞ്ഞത് എന്ന വസ്തുതയും കൂടെ
സാന്ദർഭികമായി നാം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദര, ഈ രാജ്യത്ത് പലതും ഉണ്ടായി, പലതും. എന്താ അന്ധവിശ്വാസം? നിങ്ങൾക്കറിയാം, ഭർത്താവിന്റെ ചിതയിൽ ഭാര്യ ചാടി മരിക്കണം, അതായിരുന്നുവല്ലോ സതി സമ്പ്രദായം. എന്താ സതി സമ്പ്രദായം? നിനക്കവിടെ പുരോഹിതന്മാരുടെ പങ്ക് വളരെ വലുതാണ്. അതിലേറ്റവും പ്രധാനമായത് എന്താ? ഈ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടാൻ സ്ത്രീകളോട് പറഞ്ഞിരുന്നില്ല. ഇവിടെ ഋഗ്വേദം പറഞ്ഞിരുന്നില്ല, അഥർവേദം പറഞ്ഞിരുന്നില്ല, ഒന്നും പറഞ്ഞിരുന്നില്ല. പുരോഹിതന്മാരും ഭർത്താവിന്റെ കുടുംബക്കാരും ചേർന്ന് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എന്താ അത്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അന്ധവിശ്വാസികളുടെ ലോകം പറയുമ്പോ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാം. എന്താ സംഭവം എന്ന് വെച്ചാൽ ശരിക്കും മനസ്സിലാക്കിക്കോ. അതായത് ഭർത്താവ് മരിച്ചു, ഇപ്പൊ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹിതയായി. 2 ദിവസം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച അവന്റെ ചിതയെ ചാടി മരിക്കണ ആര്? ഈ 18 വയസ്സുള്ള പെൺകുട്ടി. എന്തൊരു കഷ്ടായത്! അച്ഛനമ്മമാര് കണ്ണിൽ എണ്ണ ഒഴിച്ചു വളർത്തി ത്രാണിയിലെത്തിച്ചിട്ട് കെട്ടിച്ചു കൊടുത്തിട്ട് 2 ഭർത്താവ് മരിച്ചാൽ അവന്റെ ചിതയിൽ ഈ പെണ്ണ് ചാടി മരിക്കണം. അതാ സതിസമ്പ്രദായം. വല്ല അലാലല്ലത്തി കാനത്ത് അലൈഹിം എന്ന പ്രയോഗം എനിക്ക് വിശദീകരിക്കുന്ന മണിക്കൂറുകൾ തന്നിരുന്നുവെങ്കിൽ പറയാമായിരുന്നു. വാചാലത കൊണ്ട്, പാണ്ഡിത്യം കൊണ്ടല്ല സഹോദരാ. വളരെ ഗൗരവമായി ഞാൻ പറയണേ. ചിന്തിച്ചോളി, ആലോചിച്ചോളി. പക്ഷെ സത്യത്തിൽ എന്താ ഉണ്ടായിരുന്നത്? ഭർത്താവ് മരിച്ചാലും ഈ പെണ്ണിന് ജീവിക്കാം. ഭർത്താവ് മരിച്ചതിന് അവളെന്ത് കഴിച്ചു? ഈശ്വരവിധി, പടച്ചോന്റെ തീരുമാനം എന്ന് കരുതുക. അവൾക്ക് വേറൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാം, അവള് ജീവിക്കട്ടെ എന്നായിരുന്നു തത്വം. അത് ഇങ്ങനെയുള്ള ഒരു ശ്ലോകത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. അഗ്രേ തദ്ഗച്ഛതി ഭവതി, അങ്ങനെയാ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അഗ്രേ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ഗമിച്ചുകൊള്ളൂ, മുന്നോട്ട് പോയിക്കൊള്ളൂ. താത്വികമായി പറഞ്ഞാൽ ജീവിച്ചുകൊള്ളൂ. ഭർത്താവ് മരിച്ചാലും സ്ത്രീ നീ ജീവിച്ചുകൊള്ളൂ. അഗ്രേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ ഭവതി മുന്നോട്ട് ഗമിച്ചുകൊള്ളൂ എന്നായിരുന്നു. അത് പുരോഹിതന്മാർ ചെറിയൊരു മാറ്റം വരുത്തി. ഏതുപോലെ? ഫജ്ർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫജ്ർ പ്രഭാതം, ഫർജ് മുഖ്യസ്ഥാനം. വ്യത്യാസമൊന്നുമല്ലോ. ഇവിടെ അഗ്രേ ശ്രദ്ധിക്കുണ്ടാവും ഞാൻ വിചാരിക്കാൻ. അഗ്രേ അഗ്രേ അത് പുരോഹിതൻ എങ്ങനെ മാറ്റി? അത് അഗ്നേ തദ്ഗച്ഛതി ഭവതി, ഭർത്താവ് മരിച്ചാൽ അഗ്നേ അഗ്നിയിൽ പ്രവേശിച്ചുകൊള്ളൂ എന്നാക്കി മാറ്റി. ജീവിച്ചുകൊള്ളൂ എന്ന വലിയൊരാശയം പൗരോഹിത്യവും അന്ധവിശ്വാസവും കടന്നു വന്നവ എന്തായി? അഗ്നേ തദ്ഗച്ഛതി ഭവതി, ഒടുക്കിക്കോളൂ എന്നാക്കി. അങ്ങനെ വരുമ്പോ എന്താവുന്നറിയോ? ഭർത്താവിന്റെ സ്വത്തിൽ ഭാര്യക്ക് അവകാശമില്ലാതെ, ഉളക്കൊന്നതിന് അവർക്ക് ആവശ്യമില്ലല്ലോ. അപ്പൊ ഭർത്താവിന്റെ സ്വത്ത് കുറച്ച് പുരോഹിതന് എടുക്കുക, ബാക്കി അവന്റെ വീട്ടുകാർക്ക് എടുക്കുക. കണ്ടോ? അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? ഇനി വിവരണമൊന്നും ആവശ്യമില്ല. ഇതായിരുന്നു ഇവിടെ. ഈ അടുത്ത കാലത്ത് രൂപ് കൻവർ ഉത്തരേന്ത്യയിൽ ചിതയിൽ ചാടി മരിച്ചു. ചെറിയ പ്രായത്തിലെ കുട്ടികളെ വരെ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കാൻ വിധിക്കപ്പെട്ട രാജ്യമായിരുന്നു അത്. അവിടെ നിന്നാണ് നമ്മൾ വിമോചനം നേടിയത്. അതിലേറ്റവും രസാവഹമായ ഒന്നിലേക്ക് ഇവിടെ സെലഫി സൂചിപ്പിക്കേണ്ടായി. ഞാൻ അതിന്റെ മറ്റൊരു വശമാണ് പറയുന്നത്. ഏകദൈവ വിശ്വാസത്തിന്റെ മെച്ചെന്താ? ലളിതമായ ഇപ്പൊ ഗോവധ നിരോധം ചൂട് പിടിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ്. എന്റെ വിഷയം അല്ലാഹു ലഘൂകരിച്ചു തന്നു എന്നതിൽ പടച്ചവനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വലിയ വ്യക്തിത്വമാണ്, യാതൊരു സംശയമില്ല. മഹാത്മാഗാന്ധി മൗസൂമല്ല, പ്രവാചകനല്ല, എല്ലാവർക്കും അറിയാം. പച്ചയായ മനുഷ്യൻ, ഈ രാജ്യത്തിന്റെ നന്മ ആഗ്രഹിച്ച ഒരാൾ. ബാരിസ്റ്റർ ജോലി ചെയ്ത് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവരിക്കെതിരെ 10-23 കൊല്ലത്തിലധികം പടപൊരുതിയ ഒരു മഹാവ്യക്തി ഒക്കെയാണ് മഹാത്മാഗാന്ധി. രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. പക്ഷെ മഹാത്മാഗാന്ധിക്ക് സംഭവിച്ച ചില സൂക്ഷ്മത കുറവുകൾ ആധുനിക കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എനിക്ക് പറയേണ്ടി വന്നത് എളുപ്പത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനാണ്. മഹാത്മാഗാന്ധി എന്ത് പറഞ്ഞു? ഞാൻ പശുമ്പാല് കുടിക്കൂല, ഞാൻ എരുമപ്പാല് കുടിക്കൂല, ഞാൻ ഒട്ടകത്തിന്റെ പാല് കുടിക്കൂല. അതിനാദ്യം മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നത് ഡോക്ടർ രാധാകൃഷ്ണനോട് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്നറിയോ? പശുവിന്റെ പാല് അതിന്റെ രക്തത്തിന്റെയും മാംസത്തിന്റെയും ഭാഗമാണ്, അത് യഥാർത്ഥത്തിൽ ഹിംസയാണ്, ഞാനത് ചെയ്യൂല എന്ന് മഹാത്മാഗാന്ധി ശഠിച്ചു. അപ്പോ ഡോക്ടർ രാധാകൃഷ്ണൻ നല്ല രസമായിരുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ ചോദിച്ചു, അങ്ങൊന്ന് അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഗാന്ധിജി ചാടിക്കയറി പറഞ്ഞു, അതെ,
അത് ഉമ്മാന്റെ അമ്മയുടെ രക്തത്തിന്റെയും മാംസത്തിന്റെയും ഭാഗമല്ലേ ഗാന്ധിജി എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ചോദിച്ചു എന്നാണ്. ഇതൊക്കെ എനിക്കുള്ള ആധികാരിക രേഖയാ പറയുന്നത്, ആധികാരിക രേഖയാ പറയുന്നത്. ഞാൻ കണ്ണോണ്ട് നേരിട്ട് കണ്ട് മനപ്പാടാക്കിയ കാര്യ പറയുന്നത്. തെളിവ് ചോദിച്ചാൽ കാണിച്ചിരിയും ചെയ്യാം. മഹാത്മാഗാന്ധിയോട് ഡോക്ടർ രാധാകൃഷ്ണൻ ചോദിച്ചെന്താ, അങ്ങനെയാണെ അമ്മയുടെ പാല് കുടിക്കാവോ? ഭാരതീയരെ കല്യാണമ്മന്റെ പാല് കുടിക്കാൻ നിങ്ങൾക്ക് അവകാശമല്ല. വിഡ്ഢിത്തവും അന്ധവിശ്വാസവും നെഞ്ചിലേറ്റിയാൽ നേരെ മറിച്ച് ദൈവം പഠിപ്പിച്ച പോലെ ജീവിച്ച ഈ പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരും. അതായത് ഇവിടെ വികാരമല്ല, വിചാരമാണ് പ്രധാനം. അത് മുന്തി നിൽക്കണം. ഞാൻ പറഞ്ഞുമല്ലോ, വിചാരമാണ്, വികാരമല്ല. മനസ്സിലായോ? വളരെ ഗൗരവം. അങ്ങനെ നിങ്ങൾ കേട്ടോളൂ. മഹാത്മാഗാന്ധി പറയാൻ, എനിക്ക് അതിസാരം വന്നു, മാരകമായ രോഗം പിടിപെട്ടു, എന്റെ ശരീരമൊന്ന് ശുഷ്കിച്ചില്ലാതായി, എനിക്കൊന്നും കഴിക്കാൻ പറ്റാതായി. എല്ലാരും പറഞ്ഞു മാംസം കഴിച്ചാൽ, പാല് കഴിച്ചാൽ, മുട്ട കഴിച്ചാൽ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുന്ന. ഞാൻ എന്റെ മസിലും പിടിച്ചു നിന്നു. മഹാത്മാഗാന്ധിയാ പറയുന്നത്, ഏത് വലിയ മനുഷ്യനുണ്ട് ചില ന്യൂനതകൾ പറയാനാ, ഏത് വലിയ മനുഷ്യനുണ്ട് ചില അന്ധവിശ്വാസങ്ങൾ, ഏത് വലിയ മനുഷ്യനുണ്ട് ചില പൊട്ടപ്പോയത്തങ്ങൾ എന്ന് പറയാനാ പറയണേ. അങ്ങനെ ആരൊക്കെ നിർദ്ദേശിച്ചിട്ടും വാശി പിടിച്ചു. എന്നിട്ട് മഹാത്മാഗാന്ധി പറയാണ്, ഞാൻ തോറ്റു പോകുന്ന പോലെ എനിക്ക് തോന്നി, ഞാൻ മരിച്ചു പോകുന്ന എനിക്ക് തോന്നി, മെലിഞ്ഞു ഉണങ്ങി എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് ശേഷിയില്ലാതായി. അപ്പൊ എന്നോട് ചിലർ പറഞ്ഞു, പശുവിന്റെ പാല് കുടിച്ചോളൂ, അതുപോലെ ഇറച്ചി തിന്നോളൂ, നന്നാകുന്നു. അവസാനം കസ്തൂർബ എന്റെ ഭാര്യ എന്നോട് കെഞ്ചി, ഞാൻ അതിന് വില്ലിങ്ങായി. അങ്ങനെ ഞാൻ ആടുപാല് കുടിക്കാൻ തുടങ്ങി. ആട്ടുപാല് കുടിച്ചപ്പോൾ എന്റെ നഷ്ടപ്പെട്ട മുഴുവൻ ആരോഗ്യങ്ങളും വീണ്ടെടുത്തു. അതുകൊണ്ട് ലോകത്തോട് പറയാണ്, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. എവിടെ എത്തി നിൽക്കുന്നു? പടച്ചോന്റെ വാചകം സ്വീകരിച്ചാൽ മതി. പടച്ചോൻ പഠിപ്പിച്ചത്, സർവജ്ഞനായ പടച്ചതമ്പുരാൻ, ഈ ലോകത്തെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ എന്ത് പഠിപ്പിച്ചുവോ, ഞാൻ ഒരു കാര്യം കൂടി, വൈകാരികതയല്ല, മുസ്ലിങ്ങളോട് ചോദിച്ച് ജീവിക്കൂ, നിങ്ങൾക്ക് നന്മ നേടാമെന്നാണ് ലോകത്തിലെ എല്ലാ മതക്കാരോടും എനിക്ക് പറയാനുള്ളത്. മുസ്ലിങ്ങൾ പറയുന്ന പോലെ ഏത് മുസ്ലിം? ഖുർആനും സുന്നത്തും അനുസരിക്കുന്ന മുസ്ലിം. നിലവിള കൊളുത്താന്ന് പറയുന്ന മുസ്ലിം അല്ല, ജാറം മൂടുന്ന മുസ്ലിം അല്ല, ആനയും നല്ലത്ത് നടത്തുന്ന മുസ്ലിം അല്ല, ദർഗയിൽ തല കുമ്പിടുന്ന മുസ്ലിം അല്ല, അന്ധവിശ്വാസം നടത്തുന്ന മുസ്ലിം അല്ല. ഖുർആനും സുന്നത്തും അനുസരിക്കുന്ന മുസ്ലിം, പ്രവാചകനെ അനുസരിക്കുന്ന മുസ്ലിം, അതുപോലെ സ്വഹാബത്തിനെ അനുധാവനം ചെയ്യുന്ന മുസ്ലിം. അവനെ പിൻപറ്റിയപ്പോൾ ലോകം നന്നായി. അന്ധവിശ്വാസം ഉണ്ടായാൽ ലോകത്തിനൊരു പുരോഗതി ഉണ്ടാവില്ല. മഹാത്മാഗാന്ധി തുറന്നു പറഞ്ഞു, പശുവിനെ ദൈവാക്കേണ്ട മുഴുവൻ അനുഭവങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. ഞാൻ മുഴുവൻ കൊട്ടേഷൻസിലേക്ക് കടക്കണില്ല. ഇവിടെ വേറൊരു കാര്യം ഇവിടെ ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. വർഗീയ കലാപങ്ങൾ ഉണ്ടായി അന്ധവിശ്വാസം കൊണ്ട്. പശു പടച്ചോനായപ്പോ, പശു ദൈവമായപ്പോ മുസ്ലിമിനോട് ഹിന്ദുവിന് വിരോധം തോന്നി. എലി ദൈവമായപ്പോ മുസ്ലിമിനോട് ഹിന്ദുവിന് വിരോധം തോന്നി. അല്ലേ? പാമ്പ് ദൈവമായപ്പോ അതിനടിച്ചൊല്ലുന്ന മുസ്ലിമിനോട് ഹിന്ദുവിന് വിരോധം തോന്നി. ആരാ നമ്മളെ പേടിപ്പിച്ചത്? ആരാ? അന്ധവിശ്വാസം നമ്മളെ തീവ്രവാദിയാക്കും, അന്ധവിശ്വാസം നമ്മളെ വർഗീയവാദിയാക്കും, അന്ധവിശ്വാസം നമ്മളെ ഉന്മൂലനത്തിന്റെ, ഹിറ്റ്ലറിന്റെ, മുസോളിനിയുടെ അവരുടെ ഏകാഗ്രമായ ഇരുണ്ട മുറികളിൽ അവർ നൽകിയ ട്രെയിനിങ്ങിന്റെ ആളുകളാക്കി നമ്മളെ മാറ്റും. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അന്ധവിശ്വാസത്തിൽ നിന്നുള്ള മോചനം ഈ ലോകത്ത് അനിവാര്യമാണ്. അതിലേറ്റവും പ്രധാനമാണ് പടച്ചോനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശ്വാസി സമൂഹത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം. ആ അബദ്ധത്തിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കാൻ ഇസ്ലാമിന് കഴിഞ്ഞു. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഇന്ത്യ രാജ്യം പാമ്പ് കടിയേറ്റാൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? മൂർഖൻ പാമ്പിന്റെ വിഷജീവികളുടെ വിഷമേറ്റാൽ പാമ്പിനെ കൊല്ലാൻ പാടില്ലായിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പാമ്പ് കടിയേറ്റ് മരിച്ചു. ലളിതമായി ഞാൻ പറയാം, 10 വർഷം കാത്തിരുന്ന് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് വിചാരിക്കുക. ഒരാൺകുട്ടി, 2 വയസ്സുള്ള കുട്ടി, അവൻ ഉമ്മറപ്പടിയിൽ കിടന്ന് കളിക്കുമ്പോ അവനൊരു മൂർഖൻ പാമ്പെന്ന് കടിച്ചു, അവൻ വിഷം കയറി മരിച്ചു എന്ന് വിചാരിക്കുക. വേണമെങ്കിൽ ഒരു നാഗദേവത സങ്കല്പിച്ച് ആ വീട്ടിന്റെ രക്ഷിതാവിന്, അച്ഛന്, അമ്മക്ക് മകനെ കൊന്ന പാമ്പിനെ കൈകൂപ്പി നിന്ന് പൂജിക്കാം. അതിന് ഭാസ്കരന് സ്വാതന്ത്ര്യമുണ്ട്, അതിന് ദവന്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു മുസ്ലിമിന്റെ വീടിന്റെ മുറ്റത്ത് കളിക്കുന്ന മകനെ ഒരു മൂർഖൻ പാമ്പ് കടിക്കുന്നത് കണ്ടാൽ അടിച്ചിട്ട് പാമ്പിന്റെ പത്തി തെറിപ്പിക്കുന്ന അബ്ദുൽ ഖാദറിനോട് രാമചന്ദ്രന് വിരോധം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം. അതാണ് ഇന്ത്യ ഇസ് എ സെക്യുലർ സ്റ്റേറ്റ്.
ഇന്ത്യ ഒരു കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ നാടാണ്. ഇന്ത്യ എന്ന് പറയുന്നതിന്റെ മൗലികമായ പ്രാധാന്യവും പോയിന്റും അതാണ്. ഇനി നിങ്ങൾക്ക് ആലോചിച്ചു നോക്കെ, പാമ്പ് മനുഷ്യനെ കടിച്ചു, 10ഓളം ആളുകളെ കടിച്ചു. ആ പാമ്പിനെ പൂജിക്കാൻ ബുദ്ധിയുള്ളവർക്ക് സാധ്യമല്ല. പാമ്പിനേക്കാൾ ഏറ്റവും താഴേക്കിടയിൽ മനുഷ്യൻ വരാൻ പാടില്ല. അതാണ് ലോകത്തിന് സംഭവിച്ച, ഇന്ത്യക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. മനുഷ്യന് മൂല്യമില്ല, പാമ്പിന് മൂല്യമുണ്ട്. മനുഷ്യന് മൂല്യമില്ല. ഇവിടെ എലിക്ക് മൂല്യമുണ്ട്, മനുഷ്യന് മൂല്യമില്ല. പശുവിന് മൂല്യമുണ്ട്, പശുവിനെ തല്ലാൻ പാടില്ല, മനുഷ്യനെ വെട്ടിനുറുക്കാം. ചത്ത പശുവിന്റെ തൊലി ഉരിയാൻ പാടില്ല, ജീവിച്ച മനുഷ്യനെ തീയിട്ട് ചാമ്പലാക്കാം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഹരിയാനയിലെ കോടതിയിൽ ഇന്നും നിലനിൽക്കുന്ന കേസുണ്ട്. ഹൈക്കോടതിയിൽ എന്താ കേസ്? 5 ദലിതരെ സംഘപരിവാരങ്ങൾ ചുട്ടുകൊന്നു. മതാന്ധത കാരണത്താൽ, ഭീകരവാദം കാരണത്താൽ, അന്ധവിശ്വാസം കാരണത്താൽ. എന്റെ പച്ചയായ ചരിത്രമാണ്, ഇന്നലകളുടെ കഥയല്ല, ഭാവനയല്ല. ഹരിയാനയിൽ ഇന്നും ആ കേസ് നിലനിൽക്കുകയാണ്. എന്താ സംഭവം? ഒരു പശുയത്തു, ദലിത് കുടുംബത്തിൽ ഒരു പശുയത്തു. ചത്തപ്പോ പശുവിനെ കൊണ്ടുപോയി കബറടക്കണം. അപ്പൊ പട്ടിണി കിടന്ന 5 ദലിതർ എന്ത് വിചാരിച്ചു? പശുവിന്റെ തൊലി ഉരിഞ്ഞാൽ ആ തൊലി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ അതുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് പശിയടക്കാം എന്ന് ദലിതർ വിചാരിച്ചു. പക്ഷെ എന്തുണ്ടായി? സംഘ് പരിവാരങ്ങൾ 5 ദലിതരെ പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്നു. ഹരിയാനയിൽ ചത്ത പശുവിന്റെ തൊലിയുരിഞ്ഞു എന്ന കാരണത്താൽ. അതിനെ സംബന്ധിച്ച് പ്രവീൺ ഭായ് തൊഗാഡിയ നടത്തിയ പരാമർശം അതിനേക്കാൾ അതിശയോക്തി നിലനിൽക്കുന്നതാണ്. എന്താ പ്രവീൺ ഭായ് തൊഗാഡിയയുടെ പരാമർശം? എന്താ? ഹിന്ദു മതപ്രകാരം പശുവിനുള്ള മൂല്യം മനുഷ്യനില്ല എന്നാണ്. അതാണ് ഗുജറാത്ത് ഉണ്ടായത്, അതാണ് ഭീമണ്ടി ഉണ്ടായത്, അതാ മൊറാദാബാദ് ഉണ്ടായത്, അതാ ജാംഷഡ്പൂർ ഉണ്ടായത്. അന്ധവിശ്വാസം ലോകത്തെ ഭീകരവാദിയാക്കും, തീവ്രവാദിയാക്കും, ഉന്മൂലന നാശത്തിന്റെ വക്താക്കളാക്കി മാറ്റും എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ഇനി ലോകത്ത് ആവശ്യമില്ല സുഹൃത്തുക്കളെ. ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ഈ സത്യങ്ങളൊക്കെ സത്യമായി നിൽക്കേ, ഇത് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേ വേണ്ട. അള്ളാഹ് തീരുമാനിച്ചൊക്കെ അവിടെ വരും, ഒക്കെ അവിടെ നടക്കുകയും ചെയ്യും. ഇന്ന് ആര് ബേജാറാവണ്ട. ഞാൻ പറയുന്നത് ഇനിയുള്ള കാലം കണ്ണടച്ച് കള്ളിപ്പൂച്ച പാല് കുടിക്കണ പോലെ വയ്യ. യേശുദാസ് പറഞ്ഞിട്ടുള്ളൂ, അത് കണ്ണുണ്ടായിട്ട് കാണാത്തൊരവസ്ഥ എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആ കണ്ണ് വേണ്ട. ഞാൻ കാട്ടിൽ പോയി തപസാചരിച്ചു കൊള്ളാം. ഞാൻ യാത്ര പോവുകയാണ്, എല്ലാ കുടുംബ ബന്ധവും പാട്ടും ഒക്കെ നിർത്തി അധർമ്മത്തിന്റെ ഇന്ത്യയിൽ നിന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞത്. കാരണം ആർക്ക് ഈ രാജ്യത്തെ നോക്കിയിട്ട് നമ്മുടെ ഈ രാജ്യത്ത് ജനിച്ചു, രാജ്യത്തോടെ നമുക്ക് ഇഷ്ടമാണ്. ഈ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നവനെ ഈ രാജ്യത്തിന്റെ തിന്മ എതിർക്കാൻ പറ്റൂ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സൃഷ്ടിപൂജ മാത്വരം എന്ന് പറയുകയും ഇപ്പൊ നിലവിളക്കൊളുത്തുന്നൊക്കെ ബന്ധപ്പെട്ട ചില ലേഖനങ്ങൾ മാതൃഭൂമിയിലും അതുപോലുള്ള മലയാളത്തിലൊക്കെ വീക്കിലുകളിലൊക്കെ വന്ന ലേഖനങ്ങൾ. ഞാൻ വിചാരിക്കണം മുഹമ്മദ് നബി എത്ര വലിയ മനുഷ്യനായിരുന്നു, വർഗീയതയില്ലാത്തൊരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്താ? താൻ ജനിച്ച ഖുറൈശി ഗോത്രത്തിൽ ബൗദ്ധൈവത്തം കണ്ടിട്ട് മിണ്ടാതിരുന്നോ? ഇല്ല. സൗദിയിൽ തീവ്രവാദം ഉണ്ടായിട്ട് മിണ്ടാതിരുന്നോ? ഗോത്രമഹിമുണ്ടായിട്ട് മിണ്ടാതിരുന്നോ? സൗദിയിൽ വ്യഭിചാരം ഉണ്ടായിട്ട് മിണ്ടാതിരുന്നോ? എല്ലാത്തിന്മേ ആ സൗദിനെ എതിർത്ത് മുഹമ്മദ് നബി തന്റെ സ്വന്തം നാടല്ലേ, ഇതിന്റെ പൈതൃകം അപാരമാണ് എന്ന തൊള്ളത്താളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആധുനിക ഭാരതീയനെ പോലെ ഉണ്ടായിരുന്നില്ല. വിടുവായുത്തത്തിന് അർത്ഥമില്ല സുഹൃത്തേ. താത്വിക വിശകലനത്തിൽ ധർമാധർമ്മ വിവേചനത്തിന്റെ ശക്തിസിദ്ധി ആവാഹിച്ചെടുത്തൊരു രാജ്യത്തിനല്ലാതെ ലോകത്തെ നയിക്കാൻ സാധിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇനി യുവാക്കൾക്ക് വേണ്ടി ഭാരത പര്യടനം നടത്തിയ സ്വാമി വിവേകാനന്ദന് 30 വയസ്സായിരുന്നു അമേരിക്കയിൽ പോയപ്പോൾ. എനിക്ക് 42 വയസ്സായി. ഞാൻ യുവാക്കൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു. യുവാക്കളെ, നിങ്ങളെ കയ്യും മുഷ്ടിയും നന്മക്ക് വേണ്ടി ചെലവഴിക്കും. ഒരു ദിനേശ് കൂടി നിങ്ങളെ വിരലിന്റെ ഉള്ളിൽ വെച്ച് അവിടെ തയമ്പ് വരരുത്. മനസ്സിലായ? പേനെടുത്തോളി, എന്നിട്ട് അവിടെ തയമ്പ് വന്നിട്ട് ധർമ്മം എഴുതിയിട്ട് ദിനേശ് വീടി പിടിച്ചിട്ടുള്ള തയമ്പല്ലടോ മുസൽമാനെ. വേങ്ങരയിലും തിരൂരും കോട്ടക്കലുള്ള പൊന്നാരിയിലുള്ള മുസ്ലിമെ കള്ളിന്റെ ഗ്ലാസ് ഇങ്ങനെ കൈക്ക് പിടിച്ചിട്ട് അവിടുത്തെ തയമ്പല്ല. വെറുങ്ങലിച്ച് മുറി പറ്റിയ പെപ്പഡിനും ബ്രൗൺ ഷുഗർ അശീശം കഴിച്ചിട്ട് എഴുന്നേറ്റ് നിങ്ങൾ ശേഷില്ലാത്ത വെറുങ്ങലിച്ച ഒരു യൗവനത്തെ വിരലുകൊണ്ട് ഇങ്ങനെ ഒരു ഒറ്റ കുത്തുകുത്തിയാൽ മരിച്ചു പോകുന്ന ഒരു യൗവനത്തെ ഇവിടെ ആവശ്യമില്ലടോ. നെഞ്ചൂക്കോടുകൂടി AK-47 മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ, ധർമ്മത്തിന് വേണ്ടി നിൽക്കേണ്ടി വന്നാൽ അത് നിൽക്കാൻ കഴിയുന്ന ജീവസുറ്റൊരു ആൺകുട്ടി. അർദ്ധനഗ്നനായ മഹാത്മാഗാന്ധി കരാട്ടയും കുൽക്കും പഠിച്ചിട്ടല്ല ബ്രിട്ടീഷുകാരനെ കെട്ടിച്ച്. മനസ്സിലായ? അർദ്ധ ഫക്കീർ എന്ന് ലോകം വിളിച്ച മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശേഷി
ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരൻ പറഞ്ഞ എന്താ അറിയുന്നത്? പോലീസുകാരൻ എന്താ പറഞ്ഞേ? ശക്തിശേഷി ഇല്ലാത്തോണ്ടല്ല, ആ തിന്മയെ തടുക്കാൻ കഴിയാത്തോണ്ടല്ല, ഇച്ഛാശേഷി ഉണ്ടായിരുന്നില്ല. മേലെന്നുള്ള ഓർഡർ അതായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല. കാക്കി ധരിക്കലേ ശരീരത്തിന്റെ തൊലിയിലല്ല, ഹൃദയത്തിലാ. പോലീസുകാരന്റെ കാക്കി ധരിക്കേണ്ടത് ഹൃദയത്തിലാണ്. എന്തോ എന്റെ പ്രഖ്യാപനം, ഈ ലോകത്ത് എന്തൊക്കെ അധർമ്മങ്ങളുണ്ടാലും പാർട്ടി നോക്കാതെ, ശബദ്ധവാദിത്വം നോക്കാതെ, മതം നോക്കാതെ ധർമ്മത്തിന്റെ സംസ്ഥാപനം കാവലാളുമായി ഞാൻ നിൽക്കുമെന്നാണ് നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുമ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർമാർ പ്രഖ്യാപിക്കുന്നത്. സത്യമേവ ജയതേ എന്നെഴുതിയ കോടതികളിൽ പോലും നീതി കഴുത്ത് ധരിച്ചു കൊല്ലപ്പെടുകയും അധർമ്മത്തിന്റെ കാവലാളുകൾക്ക് സാക്ഷികളായി കൊടുക്കുകയും ചെയ്യുന്ന നട്ടല്ലില്ലായ്മയുടെ പേര്, അതും എന്തിന്റെ പേരിൽ എന്നത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാകുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എനിക്കറിയില്ല. ഇത് മനസ്സിലാക്കാൻ കുറച്ച് പണിയുണ്ട്. പക്ഷെ ഏറ്റവും മനസ്സിലാക്കണം നിങ്ങളുടെ നിൽക്കുന്ന സംസാരം. ഇത് പറയുന്നത് ആത്മഹത്യ, നമുക്ക് ഈ നാടിനെ മോചിപ്പിച്ചെടുക്കണം. ഈ നാടിനോട് തൊള്ളയിലല്ല പ്രേമം, ഹൃദയത്തിലാ പ്രേമം. ഈ നാടിന്റെ പൈതൃകം തൊള്ളയിലുള്ള ചില ആളുകളുണ്ട്. ഈ രണ്ട് ചുണ്ടിനിടയിലെ വിസാനം വശപ്പത്തേയും വരില്ലേ, ആ നാക്കിട്ടടിയില് ഹൃദയത്തിൽ ഉണ്ടാവണം. ഒരു ദിനേശ് വീടി പോലും വലിച്ച് ഈ രാജ്യത്തിന് ഉപദ്രവമില്ലാത്ത ചുണ്ടിന്റെ ഉടമയാകണം. മനസ്സിലായോ? പെത്തനും ബ്രൗൺ ഷുഗറും കള്ളും കുടിച്ച് ഓവചാലിലും മറിഞ്ഞുകൊണ്ട് ഉടുതുടി ഉരിഞ്ഞു പോയില്ലേ? ആ അന്തസ്സല്ലണോ രാജ്യത്തോട് കാണിക്കേണ്ടത്? സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് പോലും വിദേശ ഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിന്നവരെ നീ രാജ്യദ്രോഹിയാണ് എന്ന് നീ അറിയണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്ന് പെത്തണിനും ബ്രൗൺ ഷുഗറും മാരകമായ വിഷാംശങ്ങളും വിൽക്കാൻ എല്ലാ പദ്ധതികളും ഒരുക്കുന്ന ഇന്ത്യ രാജ്യത്ത് ജനിച്ച യുവാവേ, ബ്രിട്ടീഷുകാരുടെ മനസ്സിനേക്കാൾ